നിങ്ങൾക്ക് തന്നെ അറിയാം, പല ഇന്ത്യൻ കുടുംബങ്ങൾക്കും അമേരിക്ക ഒരു സ്വപ്നമാണ്. ശുചിത്വവും പച്ചപ്പും നിറഞ്ഞ നാട്, സ്ഥിരമായ ജോലി, വിശാലമായ വീടുകൾ, അവസരങ്ങളുടെ പാതയ്ക്ക് കീഴിൽ വളരുന്ന മക്കൾ. ഇങ്ങനൊരു ലോകം ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ ചിലപ്പോൾ ആ നഗരപ്രാന്തത്തിലെ പുഞ്ചിരികൾക്കും മനോഹരമായ പുൽത്തകിടികൾക്കും പിന്നിൽ മറ്റെന്തോ വളരും. നിശബ്ദമായ ഒന്ന്, അപകടകരമായ ഒന്ന്. 2023 അമേരിക്കയിൽ നിന്നും വളരെ ഭീകരമായ ഒരു വാർത്ത പുറത്തു വന്നു. പുറമേ നോക്കുമ്പോൾ എല്ലാം ലഭിച്ച കുടുംബം, വിദ്യാഭ്യാസമുള്ളവർ, ജോലിയുള്ളവർ, കുടുംബസുഖം അനുഭവിക്കുന്നവർ. പക്ഷേ ആ വീടുകളിൽ അവസാനം നിശബ്ദത മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മസാച്യുസെറ്റ്സിലെ സമ്പന്ന നഗരമായ ഡോവറിലെ ഒരു ശാന്തമായ വഴിത്തിരിവിന്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതാണ് 10 വിൽസൺ വേ എന്ന വമ്പൻ മാളിക. 21 മുറികൾ, 11 ബാത്റൂം, സിനിമ തിയേറ്റർ, വൈൻ സെല്ലർ, സ്പായും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഭവനം സമ്പന്നതയുടെ ഒരു പ്രതീകമായിരുന്നു. ആ കൊട്ടാര സദൃശ്യമായ വീട് കമിൽ കുടുംബത്തിൻ്റെതായിരുന്നു. 57 വയസ്സുള്ള രാകേഷ് കമിൽ, 54 വയസ്സുള്ള ഭാര്യ ടീന, 18 വയസ്സുള്ള മകൾ അരിയാന. 2023 ഡിസംബർ മാസം 28-ന് ആ വീട് ഒരു ദുരന്തത്തിന്റെ കേന്ദ്രമായി മാറി. രാകേഷിന്റെ സഹോദരൻ മനോജ് കമിൽ ദിവസങ്ങളായി അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല. തുടക്കത്തിൽ വളരെ സാധാരണമാണെന്ന് കരുതി വിട്ടു. പക്ഷേ എത്ര തവണ ഫോൺ ചെയ്തിട്ടും ആരും അറ്റൻഡ് ചെയ്തില്ല. സംശയം തോന്നി അദ്ദേഹം നേരിട്ട് ചെന്ന് കാണാമെന്ന് കരുതി. വീട്ടിലേക്കെത്തി. വാതിലുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ ഒരു വാതിൽ മാത്രം തുറന്നിട്ടിരുന്നു. അതിലൂടെ അകത്ത് കടന്നപ്പോൾ വീട്ടിൽ അസ്വാഭാവികമായി എന്തോ ഒരു നിശബ്ദത. മേശപ്പുറത്ത് ഒരു കുറിപ്പും ഇരിക്കുകയാണ്. അതിലെഴുതിയിരുന്നത്, വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പോലീസിനെ വിളിക്കുക, 2ാം നിലയിലെ 3 ബെഡ്റൂമുകൾ പരിശോധിക്കുക, ഓരോ മുറിയുടെയും വാതിലിൽ വെള്ള പേപ്പർ ഒട്ടിച്ചിരിക്കും. അങ്ങനെയായിരുന്നു അതിൽ എഴുതിയിരുന്നത്. മനോജിന് ആകെ ആശയക്കുഴപ്പമായി. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടാൻ തുടങ്ങി. ഭയം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. പേപ്പർ ഒട്ടിച്ചിരുന്ന ആദ്യ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത്. തൻ്റെ സഹോദരിയായ ടീന വലത് കവിളിന് മുകളിലൂടെ വെടിയേറ്റ നിലയിൽ, തലയിണയിലും ചുമരിലുമെല്ലാം രക്തം തെറിച്ചിട്ടുണ്ട്. മുറിയിലുടനീളം രക്തം പടർന്നിട്ടുണ്ട്. കിടക്കയിലൂടെ രക്തം ചോർന്ന് നിലത്തേക്ക് വീണിരുന്നു. ആ കാഴ്ച അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. അടുത്ത സെക്കൻഡ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അടുത്ത 2 മുറികളായിരുന്നു ഓർമ്മയിൽ വന്നത്. 2ാമത്തെ മുറിയെ ലക്ഷ്യം വെച്ച് നടന്നു. അവിടെ കണ്ട കാഴ്ച ഇതിലും ഭയാനകമായിരുന്നു. അരിയാന, വെറും 18 വയസ്സുകാരി. അവൾക്കും അതേ വിധി. ജീവിതം മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ തൻ്റെ കിടക്കയുടെ വശത്ത് വീണ് കിടക്കുകയായിരുന്നു. കറുത്ത മുടിയിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നു. ബെഡിന് സൈഡിലുള്ള ടേബിളിൽ നിന്നും ഫോൺ ചാർജർ ഇനിയും നീണ്ടു കിടക്കുകയാണ്. വെടിയേറ്റത് കൃത്യമായ അടുപ്പത്തിൽ, അത്ര കൃത്യതയോടുകൂടി. അവളുടെ മുഖം ശാന്തമായിരുന്നു. അവളുടെ ആ മുറിയിലുണ്ടായിരുന്ന നിശബ്ദത പറയാനാവാത്തൊരു വേദനയായി വായുവിൽ നിറഞ്ഞിരുന്നു. മനോജ് കമിലിന് ഇപ്പൊ ശ്വാസം വിടാനായില്ല. കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി. 3ാമത്തെ മുറി ലക്ഷ്യം വെച്ച് നടന്നപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷെ അത് തന്നെ സംഭവിച്ചു. രാകേഷ് കമിൽ, സുഹൃത്തുക്കൾ അയാളെ വിളിച്ചിരുന്നത് റിക്ക് എന്നായിരുന്നു, നിലത്ത് വീണ നിലയിൽ കിടക്കുകയായിരുന്നു. 40 കാലിബർ ഗ്ലോക്ക് പിസ്റ്റലും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയുണ്ട്. തലയിൽ വെടിയേറ്റ പാടുകളും ഉണ്ടായിരുന്നു. അവിടെയും രക്തം കൂടുതലാണ്. ചുമരിലും നിലത്തുമെല്ലാം രക്തം പരന്നിരുന്നു. ആ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം അവൻ തന്നെയാണ് എല്ലാം അവസാനിപ്പിച്ചത് എന്ന്. ഇപ്പൊ മനോജിന് താൻ കണ്ട ദൃശ്യങ്ങൾ വിശ്വസിക്കാനേ സാധിച്ചില്ല. തനിക്ക് ചുറ്റും ഇരുട്ട് നിറഞ്ഞതുപോലെ തോന്നി. ഒന്നും കാണാനാകുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല. ശരീരമാകെ വിറയ്ക്കുന്നുണ്ട്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം പതിയെ ഫോൺ എടുത്തു. 911 വിളിച്ചു. വീട് മുഴുവൻ മരിച്ചതുപോലെ നിശബ്ദമായിരുന്നു. ഒരു ദുരന്തം സംഭവിച്ചതുപോലും ആ വീട് സമ്മതിക്കാൻ തയ്യാറാകാത്തതുപോലെ. പിന്നീട് ബാക്കിയുണ്ടായിരുന്ന ചോദ്യം ഒന്നേ ഒന്നായിരുന്നു, എന്തിന്? ആ എന്തിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം. കമിൽ കുടുംബം യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നറിയണം. ഡോവറിലെ കമിൽ കുടുംബം വെറും സമ്പന്നർ മാത്രമായിരുന്നില്ല. അവർ മറ്റുള്ളവർക്ക് പ്രചോദനമായ ഒരു കുടുംബമായിരുന്നു. അവരെ കാണുമ്പോൾ എല്ലാവരും എല്ലാം തികഞ്ഞൊരു കുടുംബം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാകേഷ് കമിലിനെ സുഹൃത്തുക്കൾ റിക്ക് എന്നായിരുന്നു വിളിച്ചത്. വളരെ അച്ചടക്കമുള്ള ഒരു കുടുംബനാഥൻ. അദ്ദേഹത്തിന് വേണ്ടി മാത്രം തയ്ച്ചെടുത്തതുപോലുള്ള ഒരു കോട്ട് ധരിച്ച് പുതിയ മെർസിഡസ് കാറിൽ ജോലിക്ക് പോകുന്ന വ്യക്തി. ഷർട്ടിൽ തന്നെ പേരിന്റെ എംബ്രോയ്ഡറി ഉണ്ട്. ആത്മവിശ്വാസവും അഭിമാനവും നിറഞ്ഞ ഒരു പ്രതിച്ഛായ. ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ ഓൺലൈൻ വിഭാഗത്തിൽ ചീഫ് ടെക്നോളജി ഓഫീസറായിരുന്നു മുൻപ്. പിന്നീട് ഒരു ബിസിനസ്സുകാരനായി മാറി. അമേരിക്കൻ സ്വപ്നത്തിന്റെ എല്ലാ പടവുകളും കയറിയിറങ്ങിയ ഒരു വ്യക്തി. ഭാര്യ ടീന കമിൽ ആ കുടുംബത്തിന്റെ ആത്മാവായിരുന്നു. ശാന്തമായ സൗമ്യമായ സ്വഭാവമുള്ള വ്യക്തി. സാമൂഹികമായി അത്യന്തം സജീവയായിരുന്നു. മകളുടെ എലീറ്റ് സ്കൂളായ മിൽട്ടൺ അക്കാദമിയിലെ മാതാപിതാക്കളുടെ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു.
പ്രതിവർഷം കുറഞ്ഞത് $10,000 സംഭാവന ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക ബഹുമതി ഇവർക്ക് ലഭിച്ചിരുന്നു. ടീന എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവ് എന്നാണ് അവരുടെ സുഹൃത്തുക്കളും പറയുന്നത്. മകൾ അരിയാന, 18 വയസ്സ്. അവരുടെ ജീവിതത്തിലെ പ്രകാശമായിരുന്നു അവൾ. കഴിവുള്ള പെൺകുട്ടി, നന്നായി പാട്ടുപാടും, സ്കൂൾ കൊയർ അംഗമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അമ്മയോടും അച്ഛനോടുമുള്ള അടുപ്പം തുറന്നു പങ്കുവച്ച പെൺകുട്ടി. അവളുടെ ഏറ്റവും വലിയ സുഹൃത്ത് അവളുടെ അമ്മയായിരുന്നു. തൻ്റെ വിവാഹത്തിൽ അമ്മയും അച്ഛനും നൃത്തം ചെയ്ത് പാട്ട് ആലപിക്കണം എന്നവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. അവരുടെ സന്തോഷം പോലെ തന്നെ അവരുടെ വീടും അതെല്ലാം പ്രതിഫലിച്ചിരുന്നു. 2019 ഫെബ്രുവരി മാസം 14 വാലന്റൈൻസ് ഡേ $4 മില്യൺ വാങ്ങിയ ആ മാളിക അവർ അത്യധികം സുന്ദരമായി തന്നെ അലങ്കരിച്ചിരുന്നു. അയൽവാസികൾക്കൊന്നും യാതൊരു പ്രശ്നവും ആ കുടുംബത്തിൽ കണ്ടില്ല. പക്ഷേ പൊട്ടലുകൾ ഉണ്ടായിരുന്നു. ശബ്ദമില്ലാതെ വർഷങ്ങളായി വളർന്നു വരുന്ന പൊട്ടലുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം എന്നറിയണ്ടേ? കമിൽ കുടുംബത്തിന്റെ ആ 4 മില്യൺ മാളിക അത് യഥാർത്ഥത്തിൽ അവരുടേതായിരുന്നില്ല. അവർ ബാങ്ക് വഴിയല്ല വീട് വാങ്ങിയത്. പകരം കെട്ടിട നിർമ്മാതാവിൽ നിന്നും സ്വകാര്യ വായ്പയിൽ 3.8 മില്യൺ തുകയ്ക്ക് വാങ്ങിയതാണ്. ആ വായ്പയിൽ വ്യവസ്ഥകളും കഠിനമായിരുന്നു. 2 വർഷത്തിനുള്ളിൽ മുഴുവൻ തുകയും അടയ്ക്കണം. എന്നാൽ 2021 പണമടയ്ക്കൽ നിർത്തി. പലിശ കെട്ടിക്കൂടാൻ തുടങ്ങി. പിഴകൾ കൂടി. അവസാനം കമിൽ കുടുംബത്തിന് ഫോർക്ലോഷർ നോട്ടീസ് വന്നു. പിന്നെ ഒരു കോടതി ഉത്തരവും വന്നു. 2023 ഡിസംബർ 11 വീട് ഒഴിപ്പിക്കൽ ഉത്തരവ് ജഡ്ജ് അംഗീകരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ മാളിക മാത്രമാണോ ഇവരുടെ ഒരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം എന്ന്? അല്ല. രാകേഷ് കമലിന്റെ സ്ഥാപനമായ എഡ്യൂനോവ, അതിന്റെ വളർച്ചയും പുരസ്കാരങ്ങളും വെബ്സൈറ്റിലൊക്കെ ഭ്രാന്തമായ രീതിയിൽ പ്രദർശിപ്പിച്ചു കാണിച്ചിരുന്നു. പക്ഷെ വാസ്തവത്തിൽ പലതും പാതി വിഹിതം മാത്രമായിരുന്നു. MIT സ്കൂളിൽ നിന്നും ബിരുദം നേടി എന്ന് അവകാശപ്പെടുകയായിരുന്നു കമിൽ ചെയ്തത്. പക്ഷെ സത്യത്തിൽ അദ്ദേഹം എടുത്തത് നോൺ ഡിഗ്രി എക്സിക്യൂട്ടീവ് കോഴ്സുകൾ മാത്രമായിരുന്നു. ടീനയുടെ ബയോയിലും അവളെ ഹാർവേഡ് അലുമിനി എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവിടെ അവൾ പഠിച്ച രേഖകളൊന്നുമില്ലായിരുന്നു. എഡ്യൂനോവ എന്ന കമ്പനിയുടെ യഥാർത്ഥ നേട്ടം ഒറ്റ തവണ ലഭിച്ച $150,000 നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ഗ്രാന്റ് മാത്രമായിരുന്നു. അതും 2021 വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്തതിനാൽ റദ്ദാക്കി. അതേസമയം അദ്ദേഹത്തിന് കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ വന്നു. റിക്ക് ഒരുപാട് കടം വാങ്ങിയിരുന്നു, ബന്ധുക്കളിൽ നിന്ന് പോലും. ഭാര്യയുടെ സഹോദരനായ സിപിയിൽ നിന്നും $5 ലക്ഷം കടം വാങ്ങിയിരുന്നു. സ്വന്തം സഹോദരനായ മനോജ് കമിൽ നിന്നും കടം വാങ്ങിയിരുന്നു. ഇതൊന്നും ടീനയ്ക്ക് അറിയില്ലായിരുന്നു. ടീനയോട് ഒന്നും പറയരുത് എന്നും അവൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവർക്കൊക്കെ അദ്ദേഹത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രതിഭ, സമാധാനമുള്ള വ്യക്തി, എല്ലാത്തിനും പദ്ധതിയുള്ള മനുഷ്യൻ എന്നൊക്കെയായിരുന്നു കമിലിനെ കുറിച്ച് കുടുംബം വിചാരിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ നിയമ നടപടികൾ പുരോഗമിച്ചിട്ടും റിക്ക് ലോകത്തോട് പറഞ്ഞിരുന്നത് മറ്റൊന്നായിരുന്നു. അവർ ഉടൻ തന്നെ പുതിയ വീട് വാങ്ങുകയാണ്. ടെന്നസിയിലെ ചിക്കാമോഗോ തടാകത്തിന് സമീപം 16.5 മില്യൺ വിലയുള്ള ഒരു കൊട്ടാരമാണ് വാങ്ങാൻ പോകുന്നത് എന്നൊക്കെ. ഇതൊക്കെ കേട്ട് ടീന ഇതിനകം പുതിയ ഫർണിച്ചറൊക്കെ തിരഞ്ഞെടുക്കേണ്ട ധൃതിയിലായിരുന്നു. അരിയാന പുതിയ വീട്ടിലേക്ക് പോകേണ്ട ഉത്സാഹത്തിലായിരുന്നു. അത് വാങ്ങാനുള്ള കരാർ വെറും വാക്കാൽ മാത്രം തീരുമാനിച്ചതായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം റിക്ക് പറഞ്ഞു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ചൈനയിലേക്ക് പോകണമെന്ന്. അങ്ങനെ പുറപ്പെട്ടു. പിന്നീട് മെസ്സേജുകൾക്കൊന്നും മറുപടി നൽകിയില്ല. അവസാനം ആ വീട് വാങ്ങേണ്ട കരാർ ഒപ്പുവച്ചില്ല. സ്വപ്നം തുടങ്ങിയതുപോലെ അതിവേഗം ഇല്ലാതായി. റിക്കിന് മറ്റു മാർഗമില്ലായിരുന്നു. അയാൾക്ക് ആ പുതിയ വീട് വാങ്ങേണ്ട പണമൊന്നും ഇല്ലായിരുന്നു. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് പോലും അറിയില്ല. അത് സംഭവിക്കാതിരിക്കാനായി ബിസിനസ് ആവശ്യമാണെന്നും പറഞ്ഞ് ചൈനയിലേക്ക് പോയി. പല വീടുകളിലും സത്യം ഒടുവിൽ പുറത്തു വരും, ഏതെങ്കിലും ഒരു രീതിയിൽ. പക്ഷെ കമിൽ വീട്ടിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ടീൻ അപ്പോഴും അവനെ വിശ്വസിച്ചു. അവളുടെ ഭർത്താവ് ഇപ്പോഴും ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ജോലി ചെയ്യുകയാണ്. എഡ്യൂനോവ എന്ന കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പുതിയ വീട് ഉടൻ തന്നെ സ്വന്തമാക്കും. അവർ ഒരുമിച്ച് പണിത സ്വപ്നം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നാണ് ടീന വിചാരിച്ചത്. അതിനനുസരിച്ച് ടീനയും അത്രത്തോളം സജീവയായിരുന്നു. ഫണ്ട് റേസുകൾ നയിച്ചു, ബോർഡ് മീറ്റിംഗിലെല്ലാം പങ്കെടുത്തു. പാൻഡമിക് കാലത്ത് സ്കൂളിലെ മാതാപിതാക്കൾക്കായി സെമിനാറുകൾ സംഘടിപ്പിച്ചു. സുഹൃത്തുക്കൾക്ക് അവൾ ആത്മവിശ്വാസിയായിരുന്നു. അവളുടെ മുഖത്തോ സ്വഭാവത്തിലോ ഭയത്തിന്റെ ഒരു അടയാളം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ടീനയുടെ സഹോദരൻ സെപ്പി ഇതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിരുന്നു. അവൻ എന്നോടൊരു വാക്ക് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ, ഒന്നും ഒരിക്കലും പറയരുത് എന്ന്. ഒരിക്കലും. റിക്കിന്റെ കാര്യത്തിൽ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു സംശയവും വന്നിരുന്നില്ല. അവനെല്ലാം പരിഹരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവൻ നമ്മളെല്ലാം വഞ്ചിച്ചു. ഞങ്ങൾ അവനെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ വേദന സഹിക്കാനാകാത്തത് എന്ന്. അവരുടെ മകളായ അരിയാനയ്ക്കും സംശയിക്കാൻ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുതുതായി കോളേജ് ജീവിതം തുടങ്ങി. സംഗീതം, കൊയർ, പുതിയ സുഹൃത്തുക്കൾ, പ്രണയം, ഇങ്ങനെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. അവളുടെ ചിരിച്ച ഫോട്ടോസും എഴുതിയ കവിതകളും എല്ലാം അതിന്റെ തെളിവുകളായിരുന്നു. അരിയാന തന്റെ അവധിക്കാലം വീട്ടിൽ ചിലവഴിക്കാൻ ആസൂത്രണം ചെയ്തിരുന്നു. അമ്മയെയും അച്ഛനെയും കളിയാക്കിയും
ഓർമ്മകൾ പങ്കുവച്ചും അവളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. പക്ഷെ അവർ നിൽക്കുന്നത് ഒരു അദൃശ്യമായ കുഴിയുടെ അരികിലായിരുന്നു. അറിയാനയ്ക്കോ ടീനയ്ക്കോ ബന്ധുക്കൾക്കോ ആർക്കും അത് കാണാനായില്ല. അത് കണ്ടത് ഒരാൾ മാത്രം, രാകേഷ് കമിൽ. 2023 ഡിസംബർ മാസം 11 ആ കുഴിയുടെ അറ്റം യാഥാർത്ഥ്യമായി. കോടതി ഉത്തരവായി. കമിൽ കുടുംബം വീട് ഒഴിയണം എന്ന് വിധിച്ചു. വീട് നിർമ്മിച്ച് വായ്പ നൽകിയ വിൽസൺ അസോസിയേറ്റ്സ് വർഷങ്ങളായി ഇതിന് കാത്തിരിക്കുകയായിരുന്നു, ഈ തീരുമാനത്തിന് വേണ്ടി. വായ്പാ പിരിവില്ല, നീട്ടിയ സമയങ്ങൾ, പരാജയപ്പെട്ട കരാറുകൾ. ഇനി അവർക്ക് ആ വീട്ടിൽ തുടരാൻ അവകാശമില്ലായിരുന്നു. പക്ഷേ അതോടുകൂടി എല്ലാം അവസാനിച്ചില്ല. ടീന ഇപ്പോഴും ടെന്നസിലെ ആ 16 മില്യൺ വിലയുള്ള കൊട്ടാരത്തിനായി ഫർണിച്ചറുകൾ ഓർഡർ ചെയ്യുകയായിരുന്നു. അറിയാന അവധിക്കാലത്ത് വീട്ടിലെത്തിയിരുന്നു. സ്വന്തമായി കരുതിയ ആ മാളിക ഇനി അവർക്കുള്ളതല്ല എന്നവർക്ക് അറിയില്ലായിരുന്നു. ഡിസംബർ 24 ക്രിസ്മസിന് ഒരു 4 ദിവസം മുൻപ് വിർജീനിയയിലെ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഒരു ഫാക്സ് എത്തി. അത് ടീന കമ്മിൽ ഒപ്പിട്ടതായിരുന്നു. അവളുടെ 1.2 മില്യൺ ഇൻഷുറൻസ് പോളിസിയിൽ പ്രധാന ഗുണഭോക്താക്കളായി രാകേഷിനെയും അറിയാനെയും ബാക്കപ്പിനായി മനോജ് കമിൽ ചേർത്തിരുന്നു. ടീന അത് അറിഞ്ഞാണോ ചേർത്തത്, അല്ലെങ്കിൽ റിക്കിന്റെ നിർദ്ദേശപ്രകാരമാണോ ഇത് ചെയ്തത് എന്നും അറിയില്ല. പക്ഷെ അത് തന്നെ ഒരു സൂചനയായി മാറി. ആദ്യമൊന്നും കമിലിന് എല്ലാവരെയും കൊല്ലണമെന്ന ഉദ്ദേശമേ ഇല്ലായിരുന്നു. എന്നാൽ ഡിസംബർ 28 വീട് ഒഴിപ്പിക്കൽ പ്രാബല്യത്തിൽ വരേണ്ട ദിവസം. അന്നായിരുന്നു മനോജ് കമിൽ ആ വീടിനുള്ളിലേക്ക് കയറിയത്. അവൻ കണ്ട കാഴ്ച അവന്റെ ഹൃദയത്തെ നുറുക്കുന്നതായിരുന്നു. എല്ലാം അവസാനിച്ചിരുന്നു. മുകളിലത്തെ മുറിയിൽ പോലീസ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു ടൈപ്പ് ചെയ്ത കുറിപ്പ് കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി. മുറികളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പോലീസിനെ വിളിക്കുക. അവന്റെ പക്കൽ 40 കാലിബർ ഗ്ലോക്ക് പിസ്റ്റൾ, അതും രജിസ്റ്റർ ചെയ്യാത്തത്. വെടിയേറ്റത് അടുത്ത ദൂരത്തിൽ നിന്ന്. ടീനയ്ക്കും അറിയാനയ്ക്കും തലയിൽ 1-ലധികം തവണ വെടിയേറ്റിരുന്നു. പിടുത്തമോ നിലവിളിയോ ഒന്നും തന്നെയില്ല. ആർക്കും യാതൊരു ശബ്ദവും കേട്ടില്ല. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ അറിയാതെ അവർ വിശ്വസിച്ചിരുന്ന എല്ലാം നേരത്തെ തന്നെ തകർന്നു പോയിരുന്നു. ഈ വാർത്ത മണിക്കൂറുകൾക്കുള്ളിൽ പടർന്നു. ടോവറിലെ ഒരു മാളികയിൽ 3 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത നാട് മുഴുവൻ പടർന്നു. ആദ്യം പ്രാദേശിക പത്രങ്ങളിൽ, പിന്നീട് ദേശീയ തലത്തിൽ, പിന്നീട് ഇന്ത്യയിലേക്കും. ഇന്ത്യയിലെ ഇരുവരുടെയും കുടുംബത്തിന് അതൊട്ടും വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും അത് അജ്ഞാതമായ ഒരു വാർത്തയായി മാറി. വർഷങ്ങളായി സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് കരുതിയ റിക് കമിൽ കടബാധ്യതയുടെ കുഴിയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് അപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. എന്നാൽ അവസാനം വരെയും ടീനയോ മകളോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ടീനയുടെ സഹോദരൻ ഒരിക്കൽ പറഞ്ഞു, അവനെ ഞങ്ങളൊരു പീഠത്തിൽ വച്ചിരിക്കുകയായിരുന്നു. എന്റെ സഹോദരിയെയും മകളെയും കൊന്നത് മാത്രമല്ല, വർഷങ്ങളായി ഞങ്ങളെ വഞ്ചിച്ചിരുന്നുവെന്നാണ് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നത്. ഇത് മനസ്സിൽ അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന്. ഇന്ന് ആ വീട് വീണ്ടും വിൽപ്പനയ്ക്കുണ്ട് റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റിൽ. അത് വിനോദത്തിന് അനുയോജ്യമായ ഭവനം എന്നാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഭവിച്ചതിന്റെ ഒരു പരാമർശവും ഇല്ല. സൂര്യപ്രകാശം, ശാന്തമായ ദൃശ്യങ്ങൾ, മിനുക്കിയ പാഠങ്ങൾ. പക്ഷേ ആ മതിലുകളിൽ അവശേഷിക്കുന്നത് ഓർമ്മകളും രക്തക്കറകളും മാത്രമാണ്. അവസാനം സെബി ഒന്നുകൂടെ പറഞ്ഞു, അവർ ഉറങ്ങിക്കൊണ്ടിരുന്നതിനാലാകാം ഭയം അനുഭവിച്ചില്ല, വേദന അനുഭവിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതിരുന്നതും ഒരു ദൈവാനുഗ്രഹമാണെന്ന്. എനിക്ക് തോന്നുന്നത് പുറത്തെല്ലാം കൃത്യമായും സമ്പന്നമായും കാണിച്ചാലും വീടിനുള്ളിലെ സത്യം മറച്ചു വെച്ചാൽ അത് ഒരു ദിവസം പുറത്തേക്ക് വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭ്രമങ്ങളും മറച്ചു വെക്കുകയോ ആളുകളെ അവിശ്വാസത്തിൽ ആഴ്ത്തുകയോ ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളെ തകർത്തേക്കാം. സത്യം തുറന്നു പറയുകയും പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുക മാത്രമാണ് ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ കമിൽ തന്നിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം നശിക്കാതിരിക്കാനായി എല്ലാം മറച്ചു വെച്ചു. അയാൾക്കുള്ളിൽ തന്നെ കുഴിച്ചിട്ടു. അവസാനം എല്ലാം അയാൾ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ക്രൈം കേസുകളെ കുറിച്ച് അറിയാനായി വിക്കിവോക്സ് മലയാളം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനുമായിരിക്കും ഈ ഒരു ചാനൽ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.